മന്ത്രിമാറ്റം നടക്കാത്തതിൽ കടുത്ത അതൃപ്തിയുമായി NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. സംസ്ഥാന അധ്യക്ഷ പദം ഒഴിയാൻ തയ്യാറാണെന്നും പാർട്ടിക്ക് മന്ത്രിയെ സ്വന്തം തീരുമാനിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും PC ചാക്കോ നേതാക്കളെ അറിയിച്ചു. അതേസമയം PC ചാക്കോയ്ക്കെതിരെ മന്ത്രി AK ശശീന്ദ്രൻ രംഗത്ത് വന്നു. 5 വർഷത്തിനിടെ മന്ത്രിയെ മാറ്റില്ലെന്ന് ആദ്യം പറഞ്ഞത് PC ചാക്കോയാണെന്നും മന്ത്രിക്കെതിരായ നീക്കത്തിന് PC ചാക്കോ നേതൃത്വം നൽകിയെന്നും AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. 5 വർഷത്തിനിടയിൽ മന്ത്രിയെ മാറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന് കേരളീയ സമൂഹത്തോട് ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ശ്രീ PC ചാക്കോ ആയിരുന്നു. അദ്ദേഹത്തിന് ആ നിലപാടിൽ നിന്നും തോമസിനൊരു അവസരം കൊടുക്കണമെന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തി. നല്ല നിലയിൽ തീർക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു ഇതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ രാജിവെക്കാം, പക്ഷേ തോമസ് മന്ത്രിയാകുമെന്നൊരു ഉറപ്പുണ്ടാകണം. ശശീന്ദ്രനോ തോമസോ എന്നുള്ളതല്ല, പാർട്ടിക്ക് മന്ത്രി വേണം. യഥാർത്ഥത്തിൽ മന്ത്രിക്കെതിരെയുള്ളൊരു കുറ്റപത്രം തയ്യാറാക്കുന്ന യോഗമായി മാറിപ്പോയോ എന്ന് പലർക്കും സംശയമുണ്ടാക്കത്തക്ക വിധത്തിലാണ് അത് മറന്നുപോയത്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, അപ്പോൾ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, അങ്ങനെ ഒരു കലാപസ്ഥിതിയിലേക്ക് എത്തുന്നുവല്ലോ NCPയിലെ സാഹചര്യം. ദീപക്, അങ്ങനെ തന്നെ ഡോക്ടർ ഉന്മേഷ് കരുതേണ്ടി വരും. കാരണം NCPക്കകത്തൊരു വലിയ കലാപമുണ്ട്. ആ കലാപത്തിൽ മന്ത്രിയെ മാറ്റുക എന്നതിൽ മാത്രം സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോവിൻ്റെ നിലപാട് എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ തോമസിനെ മന്ത്രിയാക്കില്ല എന്നറിയിച്ചു, മന്ത്രിയാക്കാൻ പറ്റില്ല എന്നറിയിച്ചു. പക്ഷേ NCPയിലെ ഭൂരിപക്ഷം പ്രവർത്തകരുടെ താല്പര്യം മന്ത്രി ഉണ്ടാവുക NCPക്ക് എന്നുള്ളതാണ്. കാരണം ഏറെ ബുദ്ധിമുട്ടിയാണ് NCPക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നത്. ആ മന്ത്രിസ്ഥാനം 2ാം പിണറായി സർക്കാരിലും നിലനിർത്തുക, അതിൻ്റെ തുടർച്ചയുണ്ടാക്കുക എന്നുള്ളതാണ് പ്രവർത്തകരുടെ താല്പര്യം. ഇതാണ് മന്ത്രി AK ശശീന്ദ്രൻ നമ്മളോട് പങ്കുവച്ചത്. പക്ഷേ എന്നാൽ ആ തീരുമാനത്തെ, മുഖ്യമന്ത്രി പറഞ്ഞ തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നു. അങ്ങനെ പോകാൻ തനിക്ക് താല്പര്യമില്ല. മാത്രവുമല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മുന്നണി ബന്ധത്തെ ബാധിക്കും. ഇടതുമുന്നണിയെ ബാധിക്കുന്ന രീതിയിൽ, ബന്ധമുലയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കും ഞാൻ പോകാൻ തയ്യാറല്ല എന്നാണ് AK ശശീന്ദ്രൻ പറയുന്നത്. മാത്രവുമല്ല, ശരത് പവാറിൻ്റെ മുൻപിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു. ആ സമയത്ത് മന്ത്രിസ്ഥാനം NCPക്ക് ഉറപ്പാണെങ്കിൽ താൻ രാജിവെക്കാം, അതായത് തോമസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമെങ്കിൽ മാത്രമേ രാജിവെക്കുകയുള്ളൂ എന്ന് ശരത് പവാറിനോട് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന നിലപാടിലെത്തി. പക്ഷേ വീണ്ടും ഇത് ചർച്ചയാക്കുന്നത് ഈ PC ചാക്കോവും തോമസുമാണ്. അത് പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമല്ല എന്നുള്ളതാണ് AK ശശീന്ദ്രൻ പറയുന്നത്. അതായത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് വഴങ്ങാൻ തീരുമാനിച്ചിട്ടും ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് വീണ്ടും പോകുന്നതിൽ കൃത്യമായ അതൃപ്തിയാണ് AK ശശീന്ദ്രൻ 24നോട് പറയുന്ന സമയത്ത് പ്രകടിപ്പിച്ചത്. ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്.